കലോത്സവത്തിന്റെ വേദിയിൽ മാത്രമല്ല പുറത്തും അറിയപ്പെടാത്ത നിരവധി കലാകാരന്മാരും കലാകാരികളുമുണ്ട്. പുത്തിരിക്കണ്ടത്തെ കലവറയിൽ നിന്ന് നമ്മൾ അങ്ങനെ ഒരു മാണിക്യത്തെ കണ്ടെടുത്തു. ജീവിത പ്രതിസന്ധികൾ മൂലം ഉള്ളിലൊതുക്കിയ കലാസ്വപ്നങ്ങളുള്ള ഒരു ഹൃദയത്തെ കണ്ടു. ആ കാഴ്ചയിലേക്കാണിനി. കലവറയിലെ തിരക്കിനിടയിൽ മധുരമായൊരു മൂളൽ ഒഴുകിപ്പരന്നു. പഴയിടം നമ്പൂതിരിയുടെ ഭക്ഷണത്തിന്റെ ഗന്ധം പോലെ. പാട്ടുകാരി പാചകക്കാരിയാണ്. സുമാ സുരേഷ് എന്ന 45-കാരി, കായംകുളം സ്വദേശിനി. ഇങ്ങനെയൊരു പാട്ടുകാരിയുടെ നമ്മുടെ ഫ്രെയിമിലേക്കുള്ള എൻട്രി തീർത്തും അപ്രതീക്ഷിതമായിരുന്നു. ഹാഷ്മി താജ് ഇബ്രാഹിം കലവറ വിശേഷങ്ങളുമായി മോർണിംഗ് ഷോയിൽ കൂടിയപ്പോൾ അറിയാതെ വന്നൊരു പാട്ട്. വൈശാഖ സന്ധ്യേ നിൻ ചുണ്ടിലെന്തേ അങ്ങനെ മധുരകരണ കാന്തിയോ മോഹമേ പറയൂ നീ വിണ്ണിൽ നിന്നും പാറി വന്ന ലാവണ്യമേ. പനിയായിട്ടും ഇത്ര നന്നായി മൂളിയ ആളെ നമ്മൾ വീണ്ടും കലവറയിലേക്ക് അന്വേഷിച്ചെത്തി. വിശേഷങ്ങൾ തിരക്കി കുറച്ചു പാട്ടുകൾ കൂടി കേട്ടു. പഴയിടം ടീമിനൊപ്പം 3 മാസമായിട്ടേയുള്ളൂ. അതിനു മുൻപ് വീടിനകത്തൊതുങ്ങിപ്പോയ ഈ പ്രതിഭ സ്കൂളിലെ കലാമത്സരങ്ങളിൽ സ്ഥിര സാന്നിധ്യമായിരുന്നു. പണ്ടേ പാടാറുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത്. കലോത്സവം എന്ന് വെച്ചാൽ അന്ന് ഇതുപോലെ കലോത്സവം അല്ലല്ലോ, സ്കൂളിൽ ഒതുങ്ങുന്ന കലോത്സവം അത്രയേ ഉള്ളൂ. വേണ്ടാന്ന് വെച്ചത് കല്യാണമൊക്കെ കഴിഞ്ഞ് പിന്നെ പിള്ളേരൊക്കെ ആയി കഴിയുമ്പോൾ പിന്നെ വേണ്ടാന്നങ്ങ് വെച്ചതാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടെന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള പാട്ടുകളാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. എൻ്റെ ഭർത്താവിനും അതെ. കലോത്സവ വേദിക്ക് പുറത്ത്, കലവറയ്ക്കകത്ത് നമ്മൾ ഇനിയും കണ്ടെത്തിയിട്ടില്ലാത്ത നിരവധി പ്രതിഭകൾ ഇവിടെ ഇങ്ങനെ ഒളിച്ചിരിപ്പുണ്ട്. ജീവിത പ്രാരാബ്ധങ്ങൾക്കിടയിൽ അവരുടെ സർഗവാസനകളൊക്കെ മനസ്സിലൊതുക്കി ജീവിക്കുന്ന മനുഷ്യരുണ്ട്. അവരെ കൂടി ചേർത്ത് പിടിക്കുന്നതാണ് ഈ കലോത്സവം. ക്യാമറമാൻ സിറിൽ ഡി ലെസ്ലിക്കൊപ്പം സലിം മാലിക്, 24 തിരുവനന്തപുരം.